വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ ഇന്നായിരിക്കും പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തെ രാത്രി. ഇന്ന് വെള്ളിയാഴ്ച രാവും റബീഉൽ അവ്വലിൻ്റെ ഒന്നാമത്തെ രാവും കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിന് വളരെ പ്രാധാന്യമുണ്ട്, വളരെ പവിത്രതയുണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇത് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിതൊക്കെ കേൾക്കണം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഇനി നമുക്കൊരവസരം കിട്ടൂല. ഇത് നമ്മുടെ അവസാനത്തെ റബീഉൽ അവ്വലാണെങ്കിൽ ഇനി നമുക്കൊരവസരമില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ, ചുരുങ്ങിയത് നമ്മൾ ചെയ്യേണ്ട 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വർഷത്തെ റബീഉൽ അവ്വലിന് ഈ 7 കാര്യങ്ങൾ വളരെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, അള്ളാഹു നമുക്ക് ഹിദായത്തും ഖൈറും സ്വർഗപ്രവേശമൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റബീഉൽ അവ്വൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് പൂർണ്ണമായിട്ട് കേൾക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഈ കാണുന്ന നമ്പറിലാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേന്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ 7 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പറയണം, ആദ്യം മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് മഹബത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അതുണ്ടായേ തീരൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഏത് വിഷയങ്ങളിലും സ്വലാത്തുണ്ട്. നമ്മൾ ഖുതുബ ഓതുകയാണ് പള്ളിയിൽ എന്ന് വിചാരിക്കും, സ്വലാത്തുണ്ട്. ഏത് കർമ്മങ്ങളെടുത്ത് നോക്കും, നിസ്കാരത്തിൽ സ്വലാത്ത് ഇല്ലാണ്ടില്ല. സ്വലാത്ത് ചൊല്ലണം. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമ, അത് മുത്തുനബി തങ്ങളുടെ മദ്ഹാണ്. അപ്പോൾ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുള്ളൂ. അത് മഹബത്ത് ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ആ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടാവണം. അതിൻ്റെ അടയാളങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഏതാ നിങ്ങൾക്കറിയോ? ഖുർആൻ കഴിഞ്ഞാൽ സെക്കൻഡ് എന്ന് പറയുന്ന 2ാമത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇത്ര കട്ടിയുണ്ടത്. നിങ്ങളത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സ്വഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞ 2ാമത്തെ സ്ഥാനം ഇസ്ലാമിൽ അതിനാണ്. അതിൽ 7563 ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ അധ്യായങ്ങൾ കൊടുത്തിങ്ങനെ ഹദീസ് ഇങ്ങനെ അതിന് താഴെ ഇങ്ങനെ കൊണ്ടുവരും. അതാണ് അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അവിടെ 7563 ഹദീസുകൾ കൊണ്ടുവന്നപ്പോൾ അതിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അധ്യായം കൊണ്ടുവരുന്നത് കിതാബുൽ ഈമാൻ എന്നാണ്. എന്താ കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നത് എന്നല്ല അതിനർത്ഥം. എന്നാൽ അതിലെന്താ സാധാരണ പറയുക? അവൻ്റെ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം, മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം. ഈ ഈമാൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഹദീസ് ഉണ്ട്. നമ്മുടെ ചെറുപ്പം നാളിലെ നമ്മുടെ കർണപുടങ്ങളിൽ കേട്ടു പരിചയമുള്ള ഹദീസ് ഏതാണെന്നറിയോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആ കിതാബിൻ്റെ അധ്യായത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസാണ്. എന്താ അതിനർത്ഥം? നിങ്ങളിൽ ഒരാളും പൂർണ്ണമായ വിശ്വാസിയാകത്തില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, മറ്റെന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാകുന്നത് വരെ. അപ്പോൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാകില്ല എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഉണ്ടാവണം. ആ മഹബത്ത് ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. നമ്മളിങ്ങനെ മഹബത്തുണ്ട്, ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു നടന്നാൽ പോരാ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മഹാന്മാരൊക്കെ കാണിച്ചെന്ന ചില മാർഗങ്ങൾ ഇവിടെ നമ്മൾ കാണിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതെന്താണെന്ന് ചോദിച്ചാൽ,
ആദ്യമായിട്ട് റബീഉൽ അവ്വലിൻ്റെ മാസപ്പിറവി ദൃശ്യമാകുന്ന സമയം, റബീഉൽ അവ്വലാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയം നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുക. മാസപ്പിറവി ദൃശ്യമായാൽ ചൊല്ലാനുള്ളൊരു ദിക്റുണ്ട്, അത് ചൊല്ലുക. മനസ്സുകൊണ്ട് സന്തോഷിക്കുക, ആ ദിക്ർ ചൊല്ലുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്, എൻ്റെ ഹബീബ് ജനിച്ച മാസമാണെന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടായിരിക്കാം. രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, വലിയ വലിയ ഉസ്താദുമാരുടെയൊക്കെ വീടിൻ്റെ പരിസരത്തും സമീപത്തൊക്കെ നിങ്ങൾക്ക് കാണാം, റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളൊരു ഒരു ബാനർ വെക്കാൻ വേണ്ടി കഴിയുമോ എന്ന് നോക്കുക. അതിനധികം പൈസ ഒന്നും ആവശ്യമില്ലല്ലോ, 100-200 ഒക്കെ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നൂറെ മദീനയിൽ നിന്ന് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ബാനറിൻ്റെ ഒരു ഫോർമാറ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അത് ഓരോരുത്തരും വീട്ടിൽ പ്രിൻ്റ് എടുത്ത് വെക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചവരുണ്ട്, ഈ വർഷം വെച്ചവരുണ്ട്. അവരത് താഴെ എഴുതി അറിയിക്കും, പലരും ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നൊരു ബാനറായിരുന്നു ഇത്. അതേപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ വർഷം കൊടുത്തിരുന്ന ബാനറുണ്ട്. അങ്ങനെ ഒരു 3-4 ബാനർ നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വെക്കാം, നിങ്ങൾ ഇതന്നെ വെക്കണം എന്നില്ല. അത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ ഇതിൽ മർഹബൻ ബി ഷഹരി റബീഉൽ അവ്വൽ, മർഹബൻ അഹ്ലൻ വസഹല, ഈ ചെയ്യുന്നതൊക്കെ എന്തിനാണ് ഉസ്താദൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നബിതങ്ങളോടുള്ള മഹബത്തുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിന് പ്രതിഫലമുണ്ട്. അള്ളാൻ്റെ ഹബീബിനോട് നമുക്ക് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് അതൊക്കെ. അങ്ങനെ സ്നേഹമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കും, അവർ പറയുന്നതൊക്കെ എത്ര പെട്ടെന്ന് സ്വീകരിക്കും. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടോ, നമ്മൾ ഇതൊക്കെ ചെയ്താൽ അതിന് പ്രതിഫലം, മഹബത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്ന ഫലം കിട്ടും അതിന്. മൂന്നാമത്തെ നമ്മൾ പറയുന്നത്, നമ്മുടെ വീട് അലങ്കരിക്കണം എന്നുള്ളതാണ്. അത് വലിയ വലിയ ഉസ്താദുമാരുടെ വീടുകളിലൊക്കെ ചെന്ന് നോക്കൂ. ആലിമീങ്ങളുടെ സാദാത്യങ്ങളുടെ വീട്ടിലൊക്കെ അന്നത്തെ മാസത്തിൽ പ്രത്യേകമായിട്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും. അത് പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ഹബീബായ തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും. ഇതൊരു ഇസ്ലാമിക കൾച്ചറിലുള്ള മുസ്ലിമീങ്ങൾ എവിടെ തിങ്ങി പാർക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ചെയ്യുന്നവർക്കറിയാം. ഇതൊക്കെ പുണ്യകരമായ കർമ്മാണ്. കിതാബുകളിലെ മഹാന്മാരൊക്കെ പറഞ്ഞേക്കാണ്. ഫതുഹുൽ മുഈനിനെ വിശദീകരിച്ച് മുഹമ്മദ് ഷത്തദമിയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ യാനത്ത് ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാനൊന്ന് വായിക്കാണ്. മൻ ഹയ്യ അലി അജ്ലി ഖിറാഅത്തി മൗലിദിർ റസൂലി ത്വആമ, ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കിയാൽ, വജമഅ ഇഖ്വാനൻ, ആളുകൾ ഒരുമിച്ച് കൂട്ടിയാൽ, വഔഖദ സിറാജൻ വലബിസ ജദീദൻ വതഅത്തറ വതജമ്മല താലീമം ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ലൈറ്റുകൾ അലങ്കരിച്ചു, പുതുവസ്ത്രം ധരിച്ചു, അത്തർ പൂശി ഭംഗിയായി, ഇതൊക്കെ എന്തിനാണ്? താലീമൻ ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ വിലാദത്ത് കൊണ്ട് സന്തോഷിക്കുന്നവരായിട്ടും ബഹുമാനിക്കുന്നവരായിട്ടും ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്താൽ, ഹശറഹല്ലാഹു തആല യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും, സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ കൂടെ ഒരുമിച്ച് കൂട്ടും എന്നുള്ളതാണ്. നമ്മളിതൊക്കെ ചെയ്യണം. ഹബീബായ തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ട് പൂർവ്വസൂരികളൊക്കെ ഇത് ചെയ്തതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ പുതിയ കാലത്ത് ക്യാമ്പസുകളിൽ പോവുകയാണ്. അവർ സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ, കോളേജുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരവിടെ കാണുന്ന ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓണം സെലിബ്രേഷന്. ഇപ്പം അതൊക്കെ ഒരുമിച്ചാണല്ലോ. അതിന് അവർ പ്രത്യേകമായിട്ട് സെറ്റും അതിൻ്റെ കോസ്റ്റ്യൂം ധരിക്കുക, ഇങ്ങനെ അതിൻ്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമ്മുടെ നേതാവ്, നമ്മളൊക്കെ ഇവിടെ ജനിക്കാൻ കാരണം, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണം, ലോകത്തിൻ്റെ റഹ്മത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നില്ല. ഇതിപ്പോൾ റബീഉൽ അവ്വലിൻ്റെ തുടക്കത്തിൽ നമ്മളിതൊക്കെ ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മക്കൾ ഇതിലേക്ക് ശ്രദ്ധിക്കൂല. ശ്രദ്ധിക്കാത്ത മക്കളായിരിക്കാം, എല്ലാ മക്കളും ഇല്ല, ശ്രദ്ധിക്കാത്ത മക്കൾ, തിരിയാത്ത മക്കളാണെങ്കിലും ഇത് എന്നും ഇങ്ങനെ കാണാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഈ ബാനർ കാണാണ്, നമ്മൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് കാണാണ്. എന്തുകൊണ്ട് ഉമ്മ ഇത് ചെയ്തു, എന്തുകൊണ്ട് ഉപ്പത് ചെയ്തു, എന്തുകൊണ്ട് എൻ്റെ വീട്ടിലത് ചെയ്തു, നബിതങ്ങൾ. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇത് വരാൻ കാരണമാകുന്ന പറയുന്നത്. ഇവർക്ക് ഇതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇവർ പുറത്തിറങ്ങിയാൽ മുഴുവൻ ഇത്തരം മറ്റുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്നു. അപ്പോൾ അതാണ് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുക്കണം. അപ്പോഴേ നമുക്ക് നമ്മുടെ മക്കളിലേക്ക് അതൊക്കെ എത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അത് വളരെയധികം ശ്രദ്ധിക്കണം. അവർ ഇതും കണ്ട് മനസ്സിലാക്കട്ടെ. ഈ ഒരു കൾച്ചറും കൂടെ അവർക്ക് തിരിയട്ടെ. ഇനി 1 മുതൽ 30 വരെ മൗലിദ് സദസ്സ് നമ്മൾ സംഘടിപ്പിക്കണം.
നമ്മുടെ വീട്ടിൽ മൗലിദ് ഓതണം. ചെറിയ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഹിക്കായത്തും ഒരു ബെയ്ത്തും ചൊല്ലിയാൽ മതി. ഫുള്ള് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ അതിനധികം സമയം വേണ്ട, 10 മിനിറ്റ് ആവശ്യമുള്ളൂ. ഒരു സുബ്ഹാനല്ലദി അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അൻത തത്ലുഉ ബൈനനാ. ആ ഒരു ബൈത്തും ഈ ഒരു ഹിക്കായത്തും മാത്രം ചൊല്ലിയിട്ട് എന്തെങ്കിലും ചെറിയ മധുരം കൊടുത്തിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്തൊക്കെ കുട്ടികളുടെ മനസ്സിലും ഇതിലൊക്കെ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ അത് കാരണമാകും. അത് ചെയ്തു കൊടുക്കുക. 1 മുതൽ 30 വരെ നമ്മുടെ മജ്ലിസിൽ വെച്ച് മൗലിദ് നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ കൂടെ പങ്കെടുത്താലും മതി. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. പിന്നെ 12ൻ്റെ അന്ന് പുതുവസ്ത്രം ധരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. നല്ല ഡ്രസ്സുകളൊക്കെ എടുക്കുന്നില്ലേ? അവരെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡ്രസ്സുകൾ, ഓണത്തിൻ്റെ കോസ്റ്റ്യൂം എടുക്കുന്നില്ലേ? നമ്മുടെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ നമുക്കൊരു വസ്ത്രം നമ്മുടെ മക്കൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നോ? ചെയ്യരുത്, എടുത്തു കൊടുക്കണം. എടുത്തു കൊടുക്കാതിരിക്കാൻ പാടില്ല, എടുത്തു കൊടുക്കണം. അവർ വേറെയുള്ളതിനൊക്കെ പൈസ ചിലവാക്കുന്നില്ലേ? മുത്തനബിതങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്താൽ നമുക്കതിന് ഫലം കിട്ടും. അപ്പോൾ 1 മുതൽ 30 വരെ മൗലിദ് ഓതണം. പിന്നെ 12ൻ്റെ അന്ന് പുതുവസ്ത്രം ധരിക്കണം. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അയൽവാസികളൊക്കെ വിളിച്ചിട്ട് നല്ലൊരു മൗലിദ് സദസ്സ്, പബ്ലിക്കായിട്ടൊരു മൗലിദ് സദസ്സ് സംഘടിപ്പിക്കും വേണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വലിയ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ അത് കാരണമാകും. മഹാനരായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ വസായിൽ ഫി ശർഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലിക്കൽ മക്കാനി വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ. ഏതൊരു വീടാണോ, ഏതൊരു പള്ളിയാണോ, ഏതൊരു സ്ഥലമാണോ അവിടെ മുത്തനബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നു, ആ സ്ഥലത്ത് മലക്കുകളെ കൊണ്ട്, മലക്കുകളുടെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, മലക്കുകളെ കൊണ്ട് അനാവരണം ചെയ്യപ്പെട്ടതല്ലാതെ ഇല്ല. അവിടെ മുഴുവനും മലക്കുകളുടെ ഹുളൂർ ഉണ്ടാകും, അവരുടെ സാന്നിധ്യമുണ്ടാകും എന്നൊക്കെ മഹാന്മാർ പറയുന്നു. മറ്റൊരു ഭാഗത്ത് കാണാം, ആരെങ്കിലും മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുകയാണെങ്കിൽ മാമിൻ മുസ്ലിമിൻ ഖുരിഅ ഫീ ബൈതിഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ റഫഅ അല്ലാഹു തആല അൽ ഖഹ്ത വൽ വബാഅ വൽ ഹർഖ് വൽ ആഫാത്തി വൽ ബലിയാത്ത്. ആരെങ്കിലും എവിടെയെങ്കിലും വീട്ടിൽ വെച്ച് മൗലിദ് ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ വബാ ഉണ്ടാവില്ല, ഹർക്ക് ഉണ്ടാവില്ല, ഖഹ്ത്ത് ഉണ്ടാവില്ല, വലിയ പരീക്ഷണങ്ങൾ, മാറാരോഗങ്ങൾ, വസൂരി പോലെയുള്ള രോഗങ്ങൾ, കൊറോണയ്ക്കുള്ള പോലെയുള്ള രോഗങ്ങൾ, വലിയ വലിയ തീപിടുത്തങ്ങൾ, ആഫത്തുകൾ, മുസീബാത്തുകൾ, ദേഷ്യം, വൽ ഹസദ്, വഅയ്ന്, മോഷണം, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. മരണപ്പെടുന്ന സമയത്ത് അവനക്ക് ലഘുവാക്കപ്പെടും എല്ലാ കാര്യങ്ങളും. ഈ മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് ലഘൂകരണമുണ്ടാകും, ചോദ്യങ്ങളില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് മഹത്വങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചരിത്രം തന്നെ കാണാം. ഒരാൾ തെമ്മാടിയായി നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ തെമ്മാടിയായി നടന്നിരുന്ന ആൾ മുത്തുനബി തങ്ങളുടെ മൗലിദിൻ്റെ മാസത്തിൽ കഴിഞ്ഞാൽ അതിനൊരു ബഹുമാനം കൊടുത്തു. വേറെയുള്ള നന്മകളൊന്നുമില്ല. ആ കാരണം കൊണ്ട് വലിയ വിജയത്തിലേക്ക് എത്തിയ എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഇതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നമ്മുടെ മൗലിദ് സദസ്സിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ. മജ്ലിസിലുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.